ഇപ്പോൾ MM ഹസൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. പിടികിട്ടാപ്പുള്ളിയൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ടെന്നിരിക്കട്ടെ, പോലീസ് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരാകുമല്ലോ. ഇത് വലിയ ഒരു നാടകീയമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് കൊലക്കേസിലെ പ്രതികളെ അടൂരിൽ നിന്ന് കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരിക. ഇത് രാഷ്ട്രീയ പ്രതികാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച പോലീസുകാർക്കെല്ലാം എന്താണ് ഗുഡ് സർവീസ് എൻട്രി. ഇവരെ ക്രൂരമായി പൂച്ചട്ടി കൊണ്ടും അതുപോലെ തന്നെ ഹെൽമറ്റ് കൊണ്ടും അടിച്ച ആള് ഡിവൈഎഫ്ഐക്കാരുടെ പേരിലൊന്നും കേസില്ല. ഈ നവകേരള യാത്ര നടന്നതിന്റെ ഫലമായിട്ട് പോലീസ് 296 കേസുകളാണ് യൂത്ത് കോൺഗ്രസ്, KSU, യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരായിട്ട് എടുത്തിട്ടുള്ളത്. ഡിവൈഎഫ്ഐക്കാരുടെ പേരിൽ വരും, അല്ല BJPക്കാരുടെ പേരിൽ 12 കേസ്. ഒന്നാലോചിച്ച് നോക്കണം. ഈ പോലീസിനെ ഉപയോഗിച്ച് യുവജന വിദ്യാർത്ഥി സമരങ്ങളെ അടിച്ചമർത്തി പ്രതിഷേധം നടത്തുന്നവരുടെ നട്ടലിലൊടിക്കുന്ന പിണറായി സർക്കാരിന്റെ പോലീസ് ഇതുപോലുള്ള രാഷ്ട്രീയ പ്രതികാരത്തിന് നടപടികൾ എടുക്കുന്നതിനോട് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. അദ്ദേഹത്തോട് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹാജരാവില്ലേ? അത് മാത്രമല്ല, കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കിയിരിക്കുകയാണ്. കോടതി എന്ത് തീരുമാനമെടുത്താലും നിയമവാഴ്ചയെ അംഗീകരിക്കുന്ന യൂത്ത് കോൺഗ്രസും എല്ലാം അത് പരിപൂർണമായി ഞങ്ങൾ അംഗീകരിക്കും. അതുകൊണ്ട് ഇത്തരം നടപടികൾ, പോലീസിന്റെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പിണറായി സർക്കാരിന്റെ ഈ ജനദ്രോഹ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ അടിച്ചമർത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫാസിസ്റ്റ് സമീപനമാണ് മുഖ്യമന്ത്രിയുടെയും പോലീസിന്റെയും ഈ പ്രവർത്തനങ്ങളിലൂടെ പുറത്തുവരുന്നത്. എങ്ങനെയാണ് UDFും കോൺഗ്രസും നേരിടാൻ പോകുന്നത്? ഞങ്ങൾ അക്രമം കൊണ്ടൊന്നും നേരിടുന്നവരല്ല. ഇത്തരത്തിലുള്ള അറസ്റ്റും അതുപോലുള്ള മർദ്ദനങ്ങളും കൊണ്ട് ഈ സർക്കാരിനെതിരായി യൂത്ത് കോൺഗ്രസോ ഒക്കെ നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും അവരുടെ മനോവീര്യം തകർക്കാമെന്നാണ് പിണറായി വിജയൻ വിചാരിക്കുന്നതെങ്കിൽ അതെല്ലാം വാസ്തവത്തിൽ അവരുടെ മൗഢ്യം മാത്രമാണ്. മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ല, കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം ഇതുപോലുള്ള എല്ലാ സമരങ്ങളിലൂടെ, പോലീസ് മർദ്ദനങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങളെയും രാഹുൽ മാങ്കൂട്ടത്തെ ഒന്നും ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ പോലീസും വരണ്ട, പിണറായിയും വരണ്ട.